അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അൽ ജമാൽ അൽ കമാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമാകുന്ന റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് മുത്തുനബിയെ സ്നേഹിച്ച മുഹിബ്ബീങ്ങളുടെ ചെറിയൊരിടപെടൽ. ദിക്റുൽ അംബിയാഇ ഇബാദ, അമ്പിയാക്കന്മാരെക്കുറിച്ച് പറയുന്നത് പുണ്യകർമ്മമാണല്ലോ. ആ ബന്ധത്തിലേക്ക് ചേർത്തി ഇതുവരെ നാം സംസാരിച്ചത് ജീവജാലങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമൊക്കെയാണ്. ഇന്ന് ജീവിയല്ലാത്ത, മനുഷ്യനല്ലാത്ത, ഹൃദയമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു നിർജീവ വസ്തുവിനെക്കുറിച്ച് അതിൻ്റെ മഹബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉണക്ക ഈത്തപ്പനത്തടിമരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ച കൽബും കരളുമുള്ള മനുഷ്യർ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനേക്കാളേറെ നമ്മുടെ ദൃഷ്ടിയിൽ കണ്ണും കരളുമൊന്നുമില്ലാത്ത നിർജീവ വസ്തുക്കളും മുത്തുനബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആ മണൽപ്പരപ്പുകളും ആ കല്ലുകളും മുള്ളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഏത് പരമാണുവും അല്ലാഹു തആലയ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നു. അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം. അതുപോലെ മങ്കൂസ് മൗലിദിൽ നാം പാടാറുണ്ടല്ലോ, വൽ വഹ്ശു വൽ അഷ്ജാറു ഖസ്സജദതു ലഹു വഅലൈഹി ഖസ്സല്ലംന ബഅദ തശഹുദി. മരങ്ങളും കല്ലുകളും നബിതങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നു. നബിതങ്ങളെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. നബിതങ്ങൾക്ക് സലാം പറയുന്നു. സഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്, മക്കത്ത് ഒരു പ്രത്യേക കല്ല്, എന്നെ കാണുമ്പോഴെല്ലാം സലാം പറയുന്നൊരു കല്ല് എനിക്കറിയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മദീനയിലുണ്ടല്ലോ മസ്ജിദുൽ ഷജറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ മൂടോടെ നീങ്ങി മുത്തുനബിയുടെ അരികിൽ വരികയും നബിതങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ മൂടോടെ നീങ്ങി തൽസ്ഥാനത്ത് പോയി നിൽക്കുകയും ചെയ്ത ഈത്തപ്പനയുടെ കഥ നമുക്കറിയും. ചുരുക്കത്തിൽ മഹബത്തിന് ബുദ്ധിയോ കരളോ ജീവനോ ഇതൊന്നും വേണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും, ഭൂമിക്കും മറ്റു ഗോളങ്ങൾക്കും പ്രപഞ്ചത്തിനാകമാനം കരുണയായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് സഹീഹുൽ ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇലാ ജിദ്ഇൻ. ഹബീബാ നബി തങ്ങൾ മിമ്പർ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് ഒരു ഈത്തപ്പന മരത്തിൽ, ഉണങ്ങിയ ഈത്തപ്പന തടിയിൽ ചാരി നിന്നുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ ഖുത്ബ ഓതിയത്. ഫലമ്മത്തഖദൽ മിമ്പറ, പിന്നെയാണ് മിമ്പർ അവിടെ നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ തഹവ്വല ഇലൈഹി, മിമ്പറിലേക്ക് ഹബീബ നബി തങ്ങൾ ഖുത്ബ ഓതുന്നതിന് വേണ്ടി നീങ്ങി. ഫഹന്നൽ ജദ്ഉ, ആ സമയത്ത് ഈ ഉണങ്ങിയ ഈത്തപ്പന മരക്കുറ്റി ഏങ്ങി ഏങ്ങി കരഞ്ഞു. ഫഅത്താഹു, മുത്തുനബി തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. ഫമസഹ യദഹു അലൈഹി, ആ മരത്തെ തലോടിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തി എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. ബുഖാരിയിൽ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് ഇതേ സംഭവം തന്നെ വിശദീകരിക്കുന്നു. കാന യഖൂമു യൗമൽ ജുമുഅ, ഹബീബാ നബി തങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇലാ ഷജറ ഔ നഖ്ല, ഒരു ഈത്തപ്പന മരത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് നബി തങ്ങൾ ഖുത്ബ ഓതിയിരുന്നു. ഫഖാലത്ത് ഇംറഅത്തുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഔ റജുലുൻ, ഒരു മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ അല്ലാ നജ്അലു ലക മിമ്പറൻ,
നബിയെ ഇങ്ങനെ ചാരി നിന്ന് ഓതുന്നതിനേക്കാൾ സൗകര്യപ്രദമായി കയറി ഇരിക്കാനും അവിടെ നിന്ന് പറയാനും പറ്റുന്ന ഒരു മിമ്പർ നമ്മൾ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇൻ ശിഅ്തും, അതേ നിങ്ങൾക്കങ്ങനെ തയ്യാറുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ നബി തങ്ങൾക്കൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. പിറ്റേ ജുമഅ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പറിലേക്ക് ഖുതുബ മാറി. ഫസാഹത്തിൻ നഖലത്തു സിയാഹസ് സബി, കൊച്ചു കുഞ്ഞുങ്ങൾ തള്ളമാരെ കാണാതെ ഏങ്ങി ഏങ്ങി കരയുന്നത് പോലെ മുത്തുനബിയുടെ ആ സ്പന്ദനം ലഭിക്കാതെ ഈത്തപ്പന മരം ഏങ്ങിക്കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങി. ഫളമ്മഹു ഇലൈഹി, മുത്തുനബി തങ്ങൾ ആ ഈത്തപ്പനത്തെ കെട്ടിപ്പിടിച്ചു. വഹുവ യഇന്നു അനീന സബി, കൊച്ചുമക്കൾ കരയുന്നത് പോലെ അപ്പോഴും ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സ്വാന്തനപ്പെടുത്തി. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലം അഫ്അൽ ഹാദാ, ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്ന് അതിനെ തലോടി സ്വാന്തനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലഹന്ന ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മറ്റു പല റിവായത്തിലും അതിൻ്റെ ഗൗരവം നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അനസ് ഇബ്നു മാലിക് തങ്ങളെ തൊട്ടുള്ള ഹദീസിൽ കാണുന്നു, ഫഹന്നത്തിൽ ഖശബത്തു ഹനീനൽ വാലിഹ്, പ്രേമത്തിൻ്റെ മൂർധന്യത കൊണ്ട് ബോധം നഷ്ടപ്പെട്ട് കരയുന്ന നിലവിളിയാണ് ആയിത്തപ്പന നിലവിളിച്ചത്. അതാണ് വാലിഹ് എന്ന് പറഞ്ഞതിൻ്റെ മഅന. അത്രയും ഗൗരവമുള്ള നിലവിളിയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും പിന്നീട് ഫഹവ്വലുഹാ, അതിൻ്റെ സ്ഥാനം മാറ്റാൻ തീരുമാനിച്ചു. അതിൻ്റെ മുമ്പ് കരച്ചിലടക്കിയത് എങ്ങനെയെന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരത്തോട് സംസാരിക്കുന്നത് കണ്ടു. എന്താ സംസാരിച്ച് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ആ മരത്തോട് പറഞ്ഞു, ഇഖ്തർ, ഓ ഈത്തപ്പന കുറ്റിയെ, നീ തീരുമാനിക്കൂ, അൻ അഗ്രിസക ഫിൽ മക്കാനില്ലദീ കുന്ത ഫീഹി, നീ നേരത്തെ നിന്നിരുന്ന തോട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി ഞാൻ നടാം. എന്നിട്ട് ഫതകൂന കമാ കുന്ത, നീ മുമ്പ് തഴച്ച് വളർന്ന് കൊലച്ചതുപോലെ നിനക്ക് കിളിർത്ത് കൊലയ്ക്കാൻ കഴിയും. അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടുവോ? അതല്ല വൈൻ ശിഅ്ത, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അൻ അഗ്രിസക ഫിൽ ജന്ന, നിന്നെ ഞാൻ സ്വർഗത്തിൽ ഒരീത്തപ്പനയായി നട്ടു വളർത്താം. ഫശരിബ മിൻ അൻഹാരിഹാ വഉയൂനിഹാ, അതിൻ്റെ പുഴകളിൽ നിന്നും അതിൻ്റെ അരുവികളിൽ നിന്നും നിനക്ക് വെള്ളം കുടിച്ച് വളരാം. ഫതഹ്സുന സീനതുക, നിൻ്റെ നല്ല തഴച്ച് വളർന്ന് നിനക്ക് അഴക് ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് ഫതുസ്മിറ, നിനക്കവിടെ കൊലയ്ക്കാം. ഫതഅക്കുല ഔലിയാഉല്ലാഹി മിൻ സംറതിക, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നിൻ്റെ പഴങ്ങൾ സ്വർഗത്തിൽ നിന്ന് പറിച്ച് തിന്നാൻ നിനക്ക് കൊതിയുണ്ടോ? എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. വതഖ്ലുദ, എന്നാൽ നിനക്ക് പിന്നെ ഒരിക്കലും നശിക്കേണ്ടി വരില്ല. രണ്ടാലൊന്ന് നീ പറയൂ, നിൻ്റെ പഴയ തോട്ടത്തിൽ കിളിർത്ത് കൊലയ്ക്കത്തക്കവണ്ണം ഞാൻ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ കൊലച്ച് സ്വാലിഹീങ്ങൾക്ക് ഭക്ഷണമായി നിൻ്റെ പഴം പറിച്ച് തിന്നത്തക്കവണ്ണം ഹുലൂദായി നിനക്കവിടെ നിൽക്കാം. എന്തു വേണം? ഫഅൽതു, ഞാൻ ഏത് വേണമെങ്കിലും ചെയ്യാം, നീ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഭാഗത്തു നിന്നും മറുപടി കേട്ടു, ഇഖ്താറ അൻ അഗ്രിസഹു ഫിൽ ജന്ന, അതിനെ സ്വർഗത്തിൽ നട്ടു വളർത്താൻ അത് സമ്മതിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അങ്ങനെ ഈത്തപ്പനയുടെ കരച്ചിൽ അപ്പോഴാണ് അടങ്ങിയത്. അങ്ങനെയാണ് നബിയും സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും കൂടെ അതിനെ അവിടുന്ന് സ്ഥലം മാറ്റുകയും യുഹ്ഫറ വയുദ്ഫന, ആ പള്ളിയുടെ ഒരു ഭാഗത്ത് തന്നെ കുഴിയെടുത്ത് അതിനെ അവിടെ മറവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് പള്ളി പഴകി പൊളിക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട അഖദ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എടുത്തുകൊണ്ടുപോയി സൂക്ഷിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്നേഹം
അത് നാളെ സ്വർഗത്തിലും ആഗ്രഹിച്ചുകൊണ്ട് അതത്രയും ഭാഗ്യമുള്ളൊരു ഈത്തപ്പന മരമായി അതവിടെ ഭാഗ്യവതിയായി മാറുകയാണ്. ഇഖ്താറ, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ആ ബുദ്ധിയില്ലാത്ത, കരളില്ലാത്ത, ജീവനില്ലാത്ത ആ മരം ഇഖ്താറ ദാറൽ ബഖാ, സ്വർഗലോകത്തെ അതാഗ്രഹിച്ചു. അലാ ദാരിൽ ഫനാ, ഈ നശിക്കുന്ന ലോകത്തേക്കാൾ സ്വർഗലോകത്തെ അതാഗ്രഹിച്ചു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ നമുക്കും കിട്ടുന്ന സൗഭാഗ്യം ഇതാണ്. മുത്തുനബിയെ അറിയാതെ, മുത്തുനബിയെ മഹബത്ത് വെക്കാതെ ഈ ലോകത്ത് ജീവിച്ചങ്ങ് മരിച്ചുപോയാൽ നമ്മളിവിടെ നശിച്ചു പോവുകയാണ്. നേരെ മറിച്ച് മുത്തുനബിയെ മഹബത്ത് വെച്ച്, മുത്തുനബിയെ സ്നേഹിച്ച്, മുത്തുനബിയെ ഇത്തിബാഅ ചെയ്തങ്ങ് ജീവിച്ചാൽ നമുക്ക് ഖാലിദായ സ്വർഗത്തിൽ, ഒരിക്കലും നശിക്കാത്ത സ്വർഗത്തിൽ തിരുത്താഹ തങ്ങളോടൊപ്പം ചേരാൻ കഴിയും. ഈ ഈത്തപ്പന മരമെങ്കിലും നമുക്ക് മാതൃകയാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെക്കാളും പാപ്പയെക്കാളും സർവത്തെക്കാളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഊസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.